കുഞ്ച് ബിഹാരി ശ്രീ ഹരിദാസ്. അടുത്തത് ബാങ്കി ബിഹാരിജിയുടെ ചരിത്രമാണ് കേട്ടോ പറയുന്നത്. അത് പറയുന്നതിന് മുന്നേ, അതായത് കുറച്ച് എക്സ്റ്റെൻഡഡ്, കുറച്ച് ലെങ്തിയാണ്, പാട്ടായിട്ടാണ് പറയുക. വളരെ മനോഹരമായിട്ടുള്ള അതീവ രഹസ്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു ചരിത്രമാണ് കേട്ടോ സ്വാമി ഹരിദാസ്ജിയുടെ ചരിത്രം. സ്വാമി ഹരിദാസ്ജിയിൽ കൂടെയാണ് നമുക്ക് ബാങ്കി ബിഹാരിനെ പ്രത്യക്ഷമായിട്ട് കിട്ടുന്നത്. സ്വാമി ഹരിദാസ്ജി, ഞാൻ പറഞ്ഞു, ലളിതാ സഖിയുടെ പുനർജന്മം. ഇത് പറയുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഭഗവാന്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ പല വീഡിയോസിലായിട്ട് എടുക്കുന്നു. നല്ല റെസ്പോൺസ്. ഭഗവാന്റെ ഭക്തർ കമൻസ് ആയിട്ട് വൃന്ദാവനത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെന്നും എല്ലാം ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. ചിലത് റിപ്ലൈ ചെയ്യാൻ പറ്റും, ടൈപ്പിംഗ് ഇത്തിരി സ്ലോ ആണ്, അതുകൊണ്ടാട്ടോ റിപ്ലൈ ചെയ്യാത്തത്. ചിലതൊക്കെ ഞാൻ ടൈപ്പ് ചെയ്യാറുണ്ട്. നിങ്ങൾ പറയുന്നതൊക്കെ കാണുമ്പോൾ അതിൻ്റെ സന്തോഷം മനസ്സ് നിറയുന്നുണ്ട്. ഭഗവാന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊന്നും എൻ്റെ മഹിമയോ എൻ്റെ കഴിവോ അല്ല. ഞാൻ ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഭക്തരും വ്രജവാസികളും എന്നെ സഹായിച്ചത് കൊണ്ടാണ്. എൻ്റെ ആദ്യത്തെ വൃന്ദാവന യാത്ര, അത് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്തണമെങ്കിൽ, ഭഗവാനെ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് പ്രേമം വേണം ഭഗവാന്റെ അടുത്ത്. എനിക്ക് ഭഗവാനെ വേണം, പക്ഷേ അതിനുള്ള യോഗ്യത എനിക്കില്ല. ഇതായിരിക്കണം ഭഗവാന്റെ ഭക്തൻ്റെ ഒരു ഭാവം. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും, വൃന്ദാവനത്തിൽ പോകാൻ മോഹമുണ്ടെന്ന് പറയുമ്പോഴും, വൃന്ദാവനത്തിൽ എത്താൻ സാധിച്ചതിൻ്റെ ഭാഗ്യം എല്ലാം പറയുമ്പോഴും ഞാൻ എവിടെ താമസിക്കുന്നത്, വൃന്ദാവനത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ നിശ്ചയമായിട്ടും വൃന്ദാവനത്തിൽ ജീവിക്കണം എന്നാണ് മോഹം. എല്ലാവരുടെയും പോലെ വൃന്ദാവനാണ് മോഹം. പക്ഷേ ആസ് ഓഫ് നൗ നമുക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കടമകളൊക്കെ കഴിഞ്ഞ്, ഡ്യൂട്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞ് വൃന്ദാവനത്തിലെ വാസം, അതാണ് സ്വപ്നം. ഇപ്പോൾ വൃന്ദാവനത്തിലല്ല ജീവിക്കുന്നത്, ഡൽഹിയിലാണ് ജീവിക്കുന്നത്. സൺഡേയ്സ് ആണ് ഞാൻ വൃന്ദാവനത്തിൽ പോവുക. ഒരു 2-3 മാസം കൂടുമ്പോൾ ഉള്ള സൺഡേയ്സിലാണ് ഞാൻ വൃന്ദാവനത്തിൽ പോവുക. ഹസ്ബൻഡിന് അപ്പോഴാണ് ഒഴിവ്. നമ്മുടെ ഭക്തി മറ്റൊരാളെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അങ്ങനെ ഏർലി മോർണിംഗ് പോവും. ആൻഡ് രാത്രി കുറച്ച് വൈകിട്ടാണ് കേട്ടോ വരിക. ഒരു 4:30 ഒക്കെ ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങും. അവിടെ ഒരു 6, ചിലപ്പോൾ ഒരു 5:30 ഒക്കെ ആവും. 2.5 hours, ഇവിടുന്ന് 2.5 മണിക്കൂർ. കാലത്ത് ട്രാഫിക് കുറവായിരിക്കും. തിരിച്ച് വൈകും, ബിക്കോസ് ട്രാഫിക്കൊക്കെ കൂടും. സൺഡേ അല്ലേ, സൺഡേയുടെ ഒരു റഷ് ഉണ്ടാവും. ആദ്യത്തെ വൃന്ദാവന യാത്ര അത് വളരെ സ്പെഷ്യലായിരുന്നു എനിക്ക്. ബിക്കോസ് നിങ്ങളുടെ എല്ലാവരുടെയും പോലെ വൃന്ദാവനത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ഞാൻ ലൈഫിൽ. ബിക്കോസ് എനിക്കറിയില്ല വൃന്ദാവനം എവിടെയാണെന്ന്. ഒന്നാമത് എനിക്കവിടെ എത്താൻ പറ്റുന്നു ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുമില്ല, ഇങ്ങനെ പോകാൻ പറ്റുന്നൊന്നും. ഭഗവാനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ച് കൃഷ്ണൻ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൃഷ്ണനാണ് എൻ്റെ ഏറ്റവും വലിയ കൃഷ്ണൻ. ഗുരുവായൂരപ്പനെക്കാട്ടും എനിക്കിഷ്ടം ആ കൃഷ്ണനോടായിരുന്നു. എൻ്റെ 24 വയസ്സ് വരെ ആ കൃഷ്ണൻ്റെ അടുത്തായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എല്ലാ വ്യാഴാഴ്ചകളിലും ആ കൃഷ്ണൻ്റെ അടുത്ത് പോകും. തിരുവമ്പാടി കൃഷ്ണൻ കേട്ടോ, തൃശ്ശൂരായിരുന്നു എൻ്റെ വീട്. അവിടെ തിരുവമ്പാടി കൃഷ്ണനായിരുന്നു എനിക്ക് ഏറ്റവും വലിയ കൃഷ്ണൻ. എനിക്കതാണ് വൃന്ദാവനത്തിലെ കൃഷ്ണൻ. ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എനിക്ക് വൃന്ദാവനത്തിൽ പോകണമെന്ന്. ബിക്കോസ് എന്നെ സംബന്ധിച്ച് അതെൻ്റെ ലോകമായിരുന്നു. ഭാഗവതവും ഭഗവത്ഗീത ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഭഗവാന്റെ കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യമുണ്ട്. പ്രഭാഷണങ്ങളൊക്കെ കേൾക്കും. എല്ലാം ഉണ്ടെങ്കിലും വൃന്ദാവനൊന്നും സ്വപ്നം കണ്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ വൃന്ദാവനത്തിൽ പോകുന്നത്. ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ ആ മാസമാണ് ഫസ്റ്റ് വൃന്ദാവന ട്രിപ്പ്. ആ മാസമാകുമ്പോൾ 2018. അപ്പോൾ കല്യാണം ഉറപ്പിച്ച് കല്യാണമായപ്പോൾ വൃന്ദാവനത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് വന്നു. വൃന്ദാവനം പോവാണ്, കൃഷ്ണൻ്റെ സ്ഥലം. ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു കേട്ട കഥയിലുള്ള ഉരൽ കെട്ടിയിട്ട സ്ഥലവും ഗോപിക വസ്ത്രാപഹരണം നടന്ന സ്ഥലവും ഇതൊക്കെ അവിടെ ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഇതൊന്നും എവിടെയാണെന്ന് അറിയില്ല. വൃന്ദാവനം കാണാം, ഭഗവാനെ കാണാം. അങ്ങനെ ആദ്യത്തെ വൃന്ദാവന ട്രിപ്പ് ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാണ്. മഴ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മഴ, അരയ്ക്കൊപ്പം വെള്ളം.
കാറിൻ്റെ ഉള്ളിൽ നിന്ന് കാല് താഴത്തേക്ക് കുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മഴ മാറാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. അത്രയും വെള്ളം നനഞ്ഞിട്ടാണ് ഞങ്ങൾ വൃന്ദാവനത്തിലേക്ക് എത്തുന്നത്. നിധിവനത്തിൽ പോയി ആ വൃക്ഷത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ദർശനം എടുക്കുമ്പോൾ ഞങ്ങൾ മൊത്തം നനഞ്ഞിരിക്കുകയാണ് കേട്ടോ. പ്രേം മന്ദിർ, ഭഗവാന്റെ ജന്മസ്ഥലം, ഇത്രയാണ് പോയത്. വേറെ ഒന്നും അറിയില്ല. കൂടെ വന്ന ആൾക്കും അത്ര അറിയുണ്ടായിരുന്നില്ല, വന്ന ആൾക്കും വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബിഹാരിജിയുടെ അടുത്ത് പോയി, നിധിവനത്തിൽ പോയി, പ്രേം മന്ദിർ, ജന്മസ്ഥലിയിൽ പോയിട്ട് വരിക. ഈ ഗോപിക വസ്ത്രാഭരണം എവിടെയാണ്, ഈ ഒരൽ കെട്ടിയ സ്ഥലം എവിടെയാണ്, ഇതൊക്കെ എവിടെയാണെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊന്നും എവിടെയാണെന്ന് അറിയില്ല. അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഉള്ളിൽ അകാരണമായിട്ടുള്ളൊരു ദുഃഖം, വല്ലാത്തൊരു വിഷമം, എന്തോ വിട്ടിട്ട് പോരുന്നു. സൈൻ ബോർഡ്സൊക്കെ കാണുന്നുണ്ട്, ബർസാന, ഗോവർദ്ധനം എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ എവിടെയാണെന്ന് അറിയില്ല. ഉള്ളിൽ വിങ്ങുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. ബിക്കോസ് എൻ്റെ എന്തോ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് കാണാതെ ഞാൻ മടങ്ങുകയാണ്, ഒന്നും അറിയാതെ. അങ്ങനെ വന്നു. പിന്നെ മകളായി. മോള് കുറച്ചാവാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ വൃന്ദാവനത്തിൽ പോകാൻ അവൾക്കൊരു 1.5-2 വയസ്സ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1.5-2 വയസ്സ്. ആ പ്രായത്തിൽ ചെറിയതായിരിക്കുമ്പോഴാണ് അടുത്ത വൃന്ദാവന യാത്ര പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്യാണ്. ഉള്ള ബുക്സൊക്കെ വായിക്കും. എന്തൊക്കെ വൃന്ദാവനത്തിനെ കുറിച്ച് അറിയാൻ പറ്റുന്നു അതൊക്കെ ആ പീരിയഡിൽ എൻ്റെ റിസർച്ച് ഇതായിരുന്നു കേട്ടോ. എന്തൊക്കെ വൃന്ദാവനം എവിടെ നിന്നൊക്കെ അറിയാം അതൊക്കെ അന്വേഷിച്ച് പിടിച്ച് മാപ്പ് ഡയറക്ഷൻസൊക്കെ ഇട്ട് ഗൂഗിളിലൊക്കെ ചെയ്ത് ഞങ്ങളുടെ കൂടെയാണെങ്കിൽ ഇസ്കോണിലൊരു പ്രഭു പറഞ്ഞു വരാമെന്ന്, ഞങ്ങളുടെ ഒപ്പം വരാമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാതാജി മാതാജി എന്ന് പറയണം. ഭക്തരുടെ മഹിമ പറയണം. നമ്മൾ പൂന്താനം തിരുമേനിയുടെയും കുറൂരമ്മയുടെയൊക്കെ കഥ പറയും. നമ്മളുടെ ഈ കാലഘട്ടത്തിലും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഭക്തരൊക്കെ. ഭഗവാനെ നിഷ്കളങ്കമായിട്ട് ഇന്നസെൻ്റായിട്ട് സ്നേഹിക്കുന്ന ഭക്തർ. അങ്ങനെ വിരലിലെണ്ണാവുന്ന കുറച്ച് ഭക്തരെ എനിക്ക് ഭഗവാൻ തന്നു. അവരിൽ കൂടെയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ പറയുന്ന മെസ്സേജസും കമൻസിനൊക്കെ അർഹത ഇവർക്കൊക്കെയാണ്. അതിനാണ് ഞാൻ ഈ കഥ പോലും പറയുന്നത്. അങ്ങനെ എനിക്ക് 8-9 വർഷമായിട്ട് ഗിരീഷ് എന്ന് പറഞ്ഞൊരു പ്രഭുവിനെ അറിയാം. ഞാൻ അങ്കിളിനെ വിളിക്കുക, എനിക്ക് അച്ഛൻ്റെ സ്ഥാനമാണ് കേട്ടോ പ്രഭുവിന്. ഭഗവാന്റെ പരമഭക്തൻ. എനിക്ക് വാക്കൊന്നുമില്ല, എനിക്ക് ഗുരുസ്ഥാനത്താണ്. ഫോൺ എടുത്താൽ ഭഗവാനെക്കുറിച്ചേ പറയുള്ളൂ. മണിക്കൂറുകളോളം സംസാരിക്കും ഭഗവാനെക്കുറിച്ച്. എനിക്ക് അങ്കിളുടെ മക്കളുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. പറഞ്ഞ 9 വർഷം പരിചയമുണ്ട്. ബിക്കോസ് ഞങ്ങൾക്ക് വേറെ ടോപ്പിക്സ് ഇല്ല സംസാരിക്കാൻ, ഭഗവാനെക്കുറിച്ചേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലാവും. കോവിഡ് കാലഘട്ട സമയത്ത് നമ്മൾക്ക് അലങ്കാര വർണ്ണന കിട്ടിയിരുന്നു ഫോണിൽ കൂടെ. ഓർമ്മയുണ്ടോ? തിരുമേനി അലങ്കാര വർണ്ണന അയച്ചു തന്നിരുന്നു. ഭഗവാന്റെ അലങ്കാരം ഇങ്ങനെയാണെന്ന്, കൃഷ്ണൻ്റെ തോൾവലകൾ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞൊരു തിരുമേനി ഗുരുവായൂരത്തെ അയച്ചിരുന്നു. അത് ഭഗവാൻ ഒരു ഭക്തന് വേണ്ടിയിട്ടാണ് ആ തിരുമേനി അത് ചെയ്തത്. ഒരു ഭക്തയ്ക്ക് വേണ്ടിയിട്ടാണ്, ആ ഭക്ത കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഓഡിയോ റെക്കോർഡിങ്സ് ചെയ്തത്. ഈ ഗിരീഷ് പറഞ്ഞ പ്രഭുവിൻ്റെ വൈഫ് ലേറ്റ് ടീച്ചർ ഇപ്പം നമ്മളെ വിട്ടുപോയി, ഭഗവാന്റെ പാദത്തിൽ ലയിച്ചു. ടീച്ചർക്ക് വേണ്ടെന്ന്, ടീച്ചർക്ക് ദേഹാസ്വാസ്ഥ്യം, ശരീരത്തിൽ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത്. ആ സമയത്ത് ടീച്ചർക്ക് അമ്പലത്തിൽ വരാൻ പറ്റുന്നില്ല. ടീച്ചർക്ക് വേണ്ടിയിട്ട്, സുധാ എന്നാണ് കേട്ടോ ടീച്ചറുടെ പേര്, ടീച്ചർക്ക് അമ്പലത്തിൽ വരാൻ പറ്റുന്നില്ല. അപ്പോൾ ടീച്ചർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓഡിയോ റെക്കോർഡിങ്സ് കൊടുത്തത് ഭഗവാനെ കാണാൻ. ടീച്ചർ എന്ത് ചെയ്തു? അതാണ് ഒരു ഭക്തയുടെ മനസ്സ്. കണ്ടോ, എനിക്ക് മാത്രം കിട്ടിയാൽ പോരെ ഈ സന്തോഷം, എല്ലാവർക്കും കിട്ടണം. ടീച്ചർ അതെല്ലാവർക്കും അയച്ചു കൊടുക്കാൻ ചെയ്ത പുണ്യം കാരനാണ് നമുക്കെന്ന് ഭഗവാനെ കാണാൻ പറ്റിയത് വീട്ടിലിരുന്ന് മനസ്സുകൊണ്ട്. ഇങ്ങനെയുള്ള സജ്ജനങ്ങളുടെ കൂട്ട് ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് കിട്ടി. ഈ ഗിരീഷ് പ്രഭു എന്നോട് പറഞ്ഞു, ഗിരീഷ് അങ്കിളിനാട്ടോ ഞാൻ വിളിക്കുക, അങ്കിള് വൃന്ദാവനത്തിലൊരു മാതാജി ഉണ്ട്, പേര് സത്യവതിദാസി മാതാജി എന്നാണ്. മാതാജിയുടെ നമ്പർ എനിക്ക് തരാം. ഇതൊക്കെ 6-7 വർഷം മുന്നത്തെ കഥയാണ് കേട്ടോ. അപ്പോൾ വൃന്ദാവനത്തിൽ പോകുന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, മാതാജി സഹായം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഇസ്കോണിലത്തെ ഈ പ്രഭു ഉണ്ട്, മാതാജി ഉണ്ട്. മാതാജീനെ ഞാൻ ഫസ്റ്റ് ടൈം അപ്പോഴാണ് വിളിക്കുന്നത്.
അങ്ങനെ മാതാജി പറഞ്ഞു വന്നോളൂ. അന്ന് മാതാജി 3 വർഷമായിട്ട് അവിടെ താമസിക്കുന്ന സമയമാണ്. മാതാജി ഇപ്പോൾ എനിക്ക് സിസ്റ്ററാണോ, സഖിയാണോ, പൂർവ്വജന്മത്തിലെ ബന്ധമാണോ, നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും ഞാൻ മാതാജിയിൽ കൂടെയും ഗിരീഷ് അങ്കിളിനെ കൂടെയും ഇനി പറയാൻ പോകുന്ന കുറച്ച് വ്യക്തികളിൽ കൂടെയൊക്കെയാണ് ഞാൻ അറിഞ്ഞത്, പ്രജവാസികളിൽ കൂടെ. മാതാജിയുടെയും ഇവരുടെ ഒന്നും ഭക്തിയുടെ ഒരു അംശം എനിക്കില്ല. ഭഗവാനോട് എങ്ങനെ പ്രിയാണെന്നൊക്കെ വൃന്ദാവനത്തിൽ പോയി ഞാൻ ലൈവായിട്ട് കണ്ടതാണ്. മാതാജിയുടെ ഭക്തി എന്താണെന്നും വ്രജവാസികളോടുള്ള സമീപനം എന്താണെന്നുള്ളതൊക്കെ ഞാൻ കണ്ടു. ഞാൻ അവിടെ നിന്നാണ് കുറേ കാര്യങ്ങൾ പഠിച്ചത്. അങ്ങനെ അന്നത്തെ ആ സെക്കൻഡ് വൃന്ദാവൻ ട്രിപ്പ് ഞാൻ പോകാൻ പ്ലാൻ ചെയ്തു. ബിക്കോസ് ആദ്യത്തെ വൃന്ദാവൻ ഞാൻ പറഞ്ഞില്ല, വിഷമിച്ചാണ് വന്നത്. മോളായി അന്നൊരു സൺഡേ, കാർത്തിക മാസം, എൻ്റെ പിറന്നാൾ ദിവസം ഞാൻ പ്ലാൻ ചെയ്യാൻ കേട്ടോ. അപ്പം ഹെൽപ്പ് ചെയ്യാൻ മാതാജി ഉണ്ട്, ഈ ഇസ്കോണിലത്തെ പ്രഭുവിനെ വിളിച്ചിട്ടുണ്ട്, ഇവരൊക്കെ ഉണ്ട് സഹായിക്കാൻ. അപ്പം ഞാൻ മാപ്പും ഡയറക്ഷൻസൊക്കെ എഴുതി ഞാൻ ഫുൾ സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കാം. അപ്പോൾ ഹസ്ബൻഡിന് ഒരു ധൈര്യമുണ്ട്, ഇവരൊക്കെ അറിയാമല്ലോ, ഇവരൊക്കെ ഉണ്ടല്ലോ. പക്ഷേ മാതാജിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ, പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ കാരണം മാതാജിക്ക് അന്ന് തിരിച്ചു പോകേണ്ടി വന്നു നാട്ടിലേക്ക്. പാവം മാതാജി എനിക്ക് വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്തതായിരുന്നു അന്ന്. പക്ഷേ എനിക്ക് എല്ലാ ഇൻഫർമേഷൻസൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഇതൊരു ദിവസത്തിൽ ഇത് ഇത്രയും കവർ ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാവുമോ എന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ എത്തിക്കഴിഞ്ഞാൽ സഹായിക്കാനുണ്ടാവും എന്നും പറഞ്ഞു. പക്ഷേ സൂൺ മാതാജിക്ക് അവിടെ നിന്ന് പോകേണ്ട വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഈ പ്രഭു ഉണ്ടല്ലോ, ഈ ഇസ്കോണിലത്തെ പ്രഭു, ആളുണ്ടാവും. തലേ ദിവസമായപ്പോൾ ആൾ പറയുക ആളും ഇല്ല എന്ന്, ആളെവിടെയോ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ മാതാജിനെ വിളിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഈ പ്രഭു ഇല്ല, ആരുമില്ല. അപ്പോൾ ഹസ്ബൻഡിനൊരു പേടി, ഇനി ഫസ്റ്റ് ടൈം പോവുക, ഈ സ്ഥലങ്ങളൊന്നും അറിയില്ല, ഫസ്റ്റ് ബർസാനയിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കണം. എല്ലാം ചെയ്തു വെച്ചു, ഇനി ബർസാനയിൽ പോവാം. പക്ഷെ അവിടെ നിന്ന് എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് എങ്ങനെയാണെന്നുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് നമുക്ക് പോവാം, പോയി നോക്കാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചെന്ന് പോവാം. ഞങ്ങൾക്ക് പരിചയമുള്ള വഴികളോ സ്ഥലങ്ങളോ ഒന്നുമല്ല. അങ്ങനെ ഫസ്റ്റ് ബർസാനയിലേക്ക് പോവാണ്. അന്ന് വെളുപ്പിനെ 4 മണിക്കോ 3:30 ഇവിടെ നിന്ന് ഇറങ്ങി 5:30 മംഗളാരത്തി ദർശൻ ബർസാനയിൽ കിട്ടി. അന്ന് ഇന്നത്തെ പോലെയല്ല. ഈ 6 വർഷം മുന്നേ, അല്ലെങ്കിൽ 6 വർഷം മുന്നേ വൃന്ദാവനത്തിൽ ബർസാനയിൽ ഞാനും ഒരു 2 പേരും കൂടി ഉണ്ട്. ആകെ 3 പേരേ ഉള്ളൂ ഒന്ന് ദർശനം എടുക്കാൻ, വേറെ ആരുമില്ല. അത്രയും തിരക്ക് കുറവായിരുന്നു. ഇപ്പം അങ്ങനെയല്ല ആ ദർശനം എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ ബർസാനയിൽ പോയി ദേവിയുടെ മംഗളാരത്തി ദർശനം എടുത്തു. കാലത്തുള്ള ദർശനം അതിരാവിലെ എടുത്ത് തൊഴുത് പുറത്ത് നിൽക്കുക. ഇനി എവിടുന്ന് തുടങ്ങണം, ഇവിടുന്ന് ഇറങ്ങി എവിടെ എത്തും, ഈ എഴുതി വെച്ച സ്ഥലങ്ങളൊക്കെ എവിടെയാണ്, ഇതൊന്നും അറിയില്ല. ആൾക്കാരോട് ചോദിച്ച് പോകണം. അങ്ങനെ ഞങ്ങൾ പുറത്ത് നിൽക്കുന്ന സമയം അപ്പോൾ ഒരു സന്യാസി, ഒരു ബാബ, ഒരു ചെറിയ പ്രായം, അത്ര പ്രായമൊന്നുമില്ല, ഭഗവാൻ കേശവ് എന്നാണ് കേട്ടോ പേര്. ഭഗവാൻ കേശവജി ഞങ്ങളുടെ അടുത്തേക്ക് വരാം. കേശവജി ചോദിച്ചു, നമ്മളുടെ ഭാഷയൊക്കെ കണ്ടിട്ടാ തോന്നുന്നു, എന്താ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ വന്നതാ കാണാൻ, ഇനി പോകേണ്ട സ്ഥലമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ എവിടെയാണ്. പറഞ്ഞു, മയ്യ അതൊന്നും തുറക്കണ്ട, നമുക്ക് പോവാം, നമുക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം എല്ലാ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ആദ്യം കൊണ്ടുപോയി ദേവിയുടെ അടുക്കളയാണ് കാണിച്ചു തരുന്നത്. അത് അന്ന് തിരക്കില്ലല്ലോ. ഞാൻ പൂജാരിയോട് പറഞ്ഞു, പൂജാരിക്ക് ആളെയൊക്കെ അറിയാം. അങ്ങനെ തുറന്ന് ആ എൻട്രൻസ് തുറന്ന് ദേവിയുടെ അടുക്കള ഫസ്റ്റ് ടൈം ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് മൂർക്കുടീരും സാക്രി ചോറും ഭഗവാൻ രാധാറാണിയുടെ ഷോളുടെ പ്രിൻറ്റും ഭഗവാനും ഭക്ഷണം കഴിച്ച സ്ഥലങ്ങളും പാത്രങ്ങളും ഭഗവാൻ ഇരുന്ന രാധാറാണീനെ നോക്കിയ സ്ഥലവും ലളിതാ സഖിയുടെ ഗാവും സഖിമാരുടെ സ്ഥലങ്ങളൊക്കെ ആളാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന പല കാര്യങ്ങളും ഇങ്ങനെ പല ആൾക്കാർ കാണിച്ചു തന്നതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയതാണ്. അവിടുന്ന് ഞാൻ ചരൺ പഹാടി, നന്ദഗാവ് എന്നൊക്കെ എഴുതി വെച്ചു. ഇനി അവിടെ അപ്പോൾ ആളുടെ ഗൈഡൻസും ഉണ്ട്. അങ്ങനെ ആളുടെ ഞാൻ എഴുതി വെച്ചതും വെക്കാത്തതുമായ കുറേ സ്ഥലങ്ങൾ ഞാൻ കണ്ടു. ഇതൊന്നും എൻ്റെ കഴിവോ ഇതൊന്നുമല്ല, ഇത് രാധാറാണി നമുക്ക് തന്ന കൃപയാണ്.
ഇവരിൽ കൂടെ നമുക്ക് തന്നു. നമ്മൾ അത്ര കണ്ട് മോഹിച്ചപ്പോൾ നമുക്ക് ആഗ്രഹം, ആരുമില്ല നമ്മളെ സഹായിക്കാൻ ആ സമയത്ത്. അപ്പോൾ ദേവി നമ്മളോട് കൃപ ചൊരിഞ്ഞതാണപ്പോൾ. ഒരു ദിവസത്തിൽ ബർസാനയും നന്ദഗാവും ഗോകുലും വൃന്ദാവനവും എല്ലാം ഞങ്ങൾ കണ്ടു തീർത്തു രാത്രിക്കുള്ളിൽ. ഇപ്പോൾ ഞങ്ങൾക്കത് ആലോചിക്കുമ്പോൾ ഞങ്ങളെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞുണ്ട്. എങ്ങനെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഓടുകയൊന്നും ആയിരുന്നില്ല. ഈ പറഞ്ഞ സഖിമാരുടെ ഈ ബർസാന ഫുൾ കണ്ടു, തേർ കദംബ, നന്ദഗാവ്, വൃന്ദാദേവി ക്ഷേത്രം, അത് കഴിഞ്ഞ് ചരൺ പഹാടി. അവിടുന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളുണ്ടല്ലോ നാട്ടിൽ, അവിടുത്തെ പേരുകളൊന്നും എനിക്ക് ഇത്ര പരിചയമില്ല കേട്ടോ, അവിടുത്തെ വഴികളും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വൃന്ദാവനത്തിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ പാടാം. ബിക്കോസ് അവരുള്ള സ്നേഹമാണ് കേട്ടോ, അതൊക്കെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു. അങ്ങനെ ബിക്കോസ് നമുക്ക് പോകണം എന്നുള്ള മോഹം, നമുക്കറിയണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ ഈ സ്ഥലത്തൊക്കെ പോയി, ഗോകുലത്തിൽ ചെന്നു, പുരാന ഗോകുലിൽ പോയി, അന്ന് പഴയ ഗോകുലത്തിൽ പോയി, ചൗറാസി കമ്പയിൽ പോയി, ഭഗവാന്റെ വായ തുറന്ന ബ്രഹ്മാണ്ടം കണ്ട സ്ഥലത്ത് പോയി, ഒരല് കെട്ടിയ സ്ഥലത്ത് പോയി, ഗോപിക വസ്ത്ര അപഹരണ സ്ഥലത്ത് പോയി, ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി. നന്ദക ഇവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വൃന്ദാവനം പോവുക. നിങ്ങൾ ആലോചിക്കുന്നത് ഇതൊക്കെ ഒരു ദിവസം നടക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് വൃന്ദാവനത്തിലെത്തി നിധിവനത്തിലെ ദർശനം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു സ്ത്രീ, ഒരു വ്രജവാസിയാണോ ഒരു ലേഡി, അവർ വ്രജവാസിയല്ല, അവർ വേറൊരു സ്ഥലത്തെയാണ്. അവർ പറഞ്ഞു ഇവിടുത്തെ ആരതി കഴിഞ്ഞാലാണ് ബിഹാരിജിയുടെ ആരതി, എൻ്റെ കൂടെ പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ പിന്നാലെ നടന്നു, നിധിവനം ഇങ്ങനെ തൊഴണമെന്നും ആളുടെ പിന്നാലെ നടന്ന് ഷോർട്ട് കട്ട്സിൽ കൂടെയൊക്കെ അവരുടെ അടുത്തു നിന്നും കുറേ അറിവുകൾ കിട്ടി. അവരും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ബിഹാരിജിയുടെ അടുത്ത് ഏതൊക്കെയോ വഴികളിൽ കൂടെ കൊണ്ടുപോയി ബിഹാരിജിയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. അന്നും ഈ ഒരു 8-10 പേരുണ്ട് ബിഹാരിജിയുടെ അടുത്ത്. അന്ന് ബിഹാരിജി സ്ത്രീ രൂപത്തിലാണ് നിൽക്കുന്നത്, ബാഗൊക്കെ പിടിച്ച് ബാങ്കി ബിഹാരി. കർവാചൗത്തായിരുന്നു അന്ന്. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ദർശനം ഈ 7 വർഷത്തിനിടയ്ക്ക് കിട്ടിയിട്ടില്ല എനിക്ക് ബിഹാരിജിയുടെ. അത്രയും തിരക്കാ ബിഹാരിജിയുടെ അടുത്ത്. ഇത്ര അടുത്ത് നിന്ന് ഞാൻ ബിഹാരിജീനെ പിന്നെ കണ്ടിട്ടില്ല. ഈ സ്ത്രീയുടെ അനുഗ്രഹം കാരണമാണ് എനിക്കന്നത് കാണാൻ പറ്റി. എത്രയോ സമയം നിന്ന് തൊഴുതു, അടുത്ത് നിന്ന് തൊഴുതു, കുറേ ഇരുന്നു അവിടെ. ഏതൊക്കെ വഴി കൂടെ തൊഴാം, അങ്ങനെയൊക്കെ തൊഴാം, അത്രയും ഫ്രീഡം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട്, അതായത് ബർസാനയും തുടങ്ങി വൃന്ദാവനം വരെ ഇത്രയും ദർശനം, ഇത് സാധ്യമാക്കി തന്നത് ഈ പറഞ്ഞ വ്രജവാസികളും ഈ ഭക്തരും ഈ കണ്ടുമുട്ടിയ ആൾക്കാരും. ഓരോ സ്ഥലത്തും ഭഗവാൻ ഓരോരുത്തരെ പറഞ്ഞു വെച്ചിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോഴും അത് അത്ഭുതമാണ്. ഇതേപോലെ ഞങ്ങളുടെ ഓരോ വൃന്ദാവന യാത്രയും ഈ 2-3 മാസം കൂടുമ്പോഴാണ് ഞാൻ വൃന്ദാവനത്തിൽ പോവുക. സൺഡേ വർഷത്തിലിപ്പോൾ ഞാൻ ഈ കമൻസ് വായിച്ചപ്പോൾ എത്രയോ ആൾക്കാർ 7 ദിവസം 10 ദിവസം, ഞാൻ അത്രയും ദിവസം നിന്നിട്ടില്ല. ഞാൻ മാക്സിമം 2 ദിവസമേ വൃന്ദാവനത്തിൽ നിന്നിട്ടുള്ളൂ. അതും ഈ പബ്ലിക് ഹോളിഡേയ്സൊക്കെ വരുമല്ലോ ആ സമയത്ത്, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും വരുമ്പോൾ 1-2 അതിൽ കൂടുതൽ നിന്നിട്ടില്ല. സൺഡേസ് പോയി വരലാണ്. ആ സമയത്ത് ഈ ഓരോ തവണ പോകുമ്പോഴും ഇങ്ങനെ ഓരോ ആൾക്കാരുണ്ടാവും, അവരിൽ കൂടെ കാണും, അവരിങ്ങോട്ട് വരും നമ്മളുടെ അടുത്ത്. എന്നിട്ട് അവർ ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു തന്ന അറിവാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത്. ഇതിലൊരു പെർസെൻറ്റേജ് എനിക്കുള്ള അറിവില്ല. അവർ കാണിച്ചു തന്ന സ്ഥലങ്ങൾ, അവർ പറഞ്ഞു തന്ന ഇൻഫർമേഷൻ, അവർ കുറച്ച് കാലം ഞങ്ങളോട് സംസാരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് പറഞ്ഞു തരും. പിന്നെ ചിലപ്പോൾ ഞങ്ങൾ അവരായിട്ട് ടച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ വേറെ ആൾക്കാരായിരിക്കും. ഇങ്ങനെയാണ് പല സ്ഥലങ്ങളും. സഖിമാരുടെ ഗാവാവട്ടെ, ഗോവർദ്ധനത്തിലാവട്ടെ, വൃന്ദാവനത്തിലാവട്ടെ, നിധിവനത്തിലാവട്ടെ, ഞാൻ ഈ സേവാകുഞ്ചിൽ പറഞ്ഞതാവട്ടെ, ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞതാണ്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമുക്ക് പ്രേമം, അത്യധികം പ്രേമമുണ്ട് ഭഗവാനോട്, കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ മുന്നിൽ വരും. ഭഗവാൻ നമുക്കിതൊക്കെ പറഞ്ഞു തരും. നമുക്ക് ഈ നമ്മളിപ്പോൾ കാണുന്നു കൃഷ്ണാനുഭവം, എന്നോട് ചോദിച്ചു, മെസ്സേജ് അയച്ചിട്ട് എല്ലാവർക്കും കൃഷ്ണാനുഭവങ്ങളുണ്ട് കൊടുക്കും ഭഗവാൻ. എനിക്ക് കിട്ടുന്ന അനുഭവമല്ല നിങ്ങൾക്ക് കിട്ടുക, നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവമല്ല വേറൊരാൾക്ക് കിട്ടുക. നമ്മളെല്ലാം ഭഗവാന്റെ മക്കളാണ്. ഭഗവാൻ ആരോടും പാർഷ്യാലിറ്റി ഇല്ല. പക്ഷെ കിട്ടുന്ന അനുഭവത്തിൻ്റെ ഇൻറ്റൻസിറ്റി വ്യത്യാസം ഉണ്ടാവും. ബിക്കോസ് ഓരോരുത്തരുടെയും ഭക്തി, സമർപ്പണം, സറണ്ടറിങ്, അതനുസരിച്ചിട്ടാണ് നമ്മുടെ അനുഭവങ്ങൾ വരിക. ഈ അനുഭവം കിട്ടുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഭക്തി നന്നായിട്ട് ഉറയ്ക്കും. അപ്പോൾ നമ്മൾ തിയറി പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പ്രാക്ടിക്കൽ ലാബിൽ പോയിട്ട് നമ്മൾ സയൻസ് ഇത് കാണുമ്പോൾ നമുക്കത് ഉറയ്ക്കും. ബിക്കോസ് നമ്മൾ ക്ലാരിറ്റി വരും. അങ്ങനെ ഈ ആദ്യമൊക്കെ നമ്മൾ അനുഭവം കിട്ടുമ്പോൾ എന്താ ചെയ്യാൻ പറയും, നമ്മളെല്ലാവരോടും പറയും,
ബിക്കോസ് നമുക്ക് സന്തോഷം എല്ലാവരോടും പറയണം. പിന്നെ നമ്മൾ നമ്മുടെ ക്ലോസ് സർക്കിളിലാണ് പറയുക. പിന്നെ നമ്മൾ അതുമല്ല, നമ്മൾ ആരോടും പറയില്ല. അങ്ങനെ ഒരു സ്റ്റേജ് നാച്ചുറലായിട്ട് വരും. ഞാൻ കമ്പൽ ചെയ്ത് പറയില്ല, നാച്ചുറലായിട്ട് നമുക്ക് തോന്നും വേണ്ട എന്തിനാ പറയണേ, ബിക്കോസ് നമ്മളും ഭഗവാനും തമ്മിൽ ഇരുന്നാൽ പോരെ. അങ്ങനെ ഒരു സ്റ്റേജ്. എല്ലാവർക്കും അനുഭവം കിട്ടാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ അത് നമ്മളുടെ സറണ്ടറിങ്, നമ്മുടെ ഭക്തിയുടെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുക. എനിക്ക് മനസ്സിലായത് ഭഗവാനോട് നമുക്ക് എന്ത് ഭാവം ഞാൻ പറഞ്ഞു എനിക്ക് വേണം, പക്ഷേ എനിക്കതിനുള്ള യോഗ്യത ഉണ്ടോ, ഇതായിരിക്കണം ഇതൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇതൊക്കെ ആചാര്യന്മാർ പറയുന്നതാണ്. ഇതായിരിക്കണം പരിശുദ്ധമായിട്ടുള്ള ഹൃദയത്തോടു കൂടി നമ്മൾ ഭഗവാനെ സ്നേഹിക്കുക. ഒരു തരി അഹംഭാവമോ അഹങ്കാരമോ ഇല്ലാതെ. ഇനി ഞാൻ പറയാൻ പോകുന്ന കഥയിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബിഹാരിജിയുടെ സ്വാമി ഹരിദാസിയുടെ ചരിത്രത്തിൽ 1% അഹംഭാവവും ഇതെനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഭാവം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭഗവാൻ ഉള്ളിൽ തെളിയില്ല, നമുക്ക് ഭഗവാനെ പ്രകടമാവില്ല. എത്രത്തോളം ഭക്തി, ഇതൊക്കെ ഞാൻ ഈ ഭക്തരിൽ നിന്ന് പഠിച്ചാട്ടോ. മാതാജിയുടെ അടുത്തുനിന്നായാലും, മാതാജിയൊക്കെ പോയി അവിടുത്തെ വ്രജവാസികളെ നമസ്കരിക്കുന്നത് ഞാൻ ലൈവിൽ കണ്ടു. അവർക്ക് ഓരോന്ന് ചെയ്ത് കൊടുത്ത് അവരോട് സാഷ്ടാംഗം വീഴുന്നു. ഞാൻ കണ്ടുപഠിച്ച കുറേ കാര്യങ്ങളുണ്ട്, അപ്രോച്ചസ് ഭക്തരോട്. ഇവരുടെയൊക്കെ സഹായം കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നതും വൃന്ദാവനത്തിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സും ഇതിൻ്റെ ഫുൾ അനുഗ്രഹങ്ങളും പുണ്യങ്ങളും പോകുന്നത് ഇവർക്കാണ്. ഇത് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് പറയില്ലേ. ഇതൊക്കെ കൊണ്ടുപോകണമെങ്കിലും ഓഫ് കോഴ്സ് എൻ്റെ ഹസ്ബൻഡ് ആൾ കൊണ്ടുപോയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വൃന്ദാവനം കണ്ടത്. എനിക്കതിനുള്ള കല്യാണം കഴിഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞു വൃന്ദാവനം കണ്ടത്. കൊണ്ടുപോയ കാരണം എനിക്ക് കാണാൻ പറ്റി. എൻ്റെ മോള് എല്ലാത്തിനും കോപ്പറേറ്റ് ചെയ്യുന്ന മകൾ, ഏത് തണുപ്പത്തായാലും ചൂടിലായാലും ശരി, വെള്ളം മേലിൽ കാലത്ത് കോരി ഒഴിച്ചാൽ അതിനൊരു കുഴപ്പമില്ല. അങ്ങനെ സാഹചര്യമൊക്കെ ഒരുക്കി തന്നു ഫാമിലി, ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ. നമുക്ക് അതിൻ്റെ സിറ്റുവേഷൻ വേണം പോവാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കമൻസ് റിപ്ലൈ ചെയ്യാത്തതോ അല്ലെങ്കിൽ ടൈപ്പിങ്ങിൻ്റെ ഇത് കൊണ്ടാട്ടോ, സ്ലോ ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കൃപയും ഇവരുടെയൊക്കെ അനുഗ്രഹമാണ്. അവരോടാണ് നിങ്ങൾ എപ്പോഴും വ്രജവാസികളോട് എത്ര കണ്ട് പറഞ്ഞാലും മതിയാവില്ല അവരോടുള്ള എത്ര നന്ദി പറഞ്ഞാലും. ബിക്കോസ് നമ്മൾ ഒന്നുമല്ല, നമ്മളിന്നൊന്നും ഇപ്പം നമ്മളോട് അവർ ചെയ്തു തരുമ്പോൾ അവർ നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല. നമ്മളെക്കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ആക്ച്വലി അവർക്ക്. പക്ഷേ അവരിത് നമ്മളുടെ കൂടെ വന്ന് അവരുടെ ഒരു ഹാഫ് ഡേ, ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്ത്, നമ്മൾ പൈസ ഒന്നും കൊടുത്താൽ അവർ മേടിക്കില്ല. എത്ര കൊടുത്താലും നമ്മൾ പൈസ കൊടുത്താൽ അവർ വാങ്ങില്ല. അവർക്ക് അതിന് വേണ്ടിയിട്ടല്ല, അവർക്ക് നമ്മളോട് പറയുമ്പോൾ സന്തോഷം. ഇത് രാധാറാണി നമ്മളോട് കൃപ ചൊരിഞ്ഞതാണ്. ഞാൻ കണ്ടതും അറിഞ്ഞതായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ ഇന്ന് ഇതൊന്നും പറയാനല്ല, ഇതൊക്കെ നോക്കൂ, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഭഗവാൻ ഡിസൈഡ് ചെയ്തതാണ്. ഞാൻ ഡിസൈഡ് ചെയ്തതൊന്നും ഇതിലില്ല. ഞാൻ പറയുന്നതും പറയാത്തതും ഒക്കെ ഭഗവാന്റെ നിശ്ചയം. ചിലതൊന്നും പറയിപ്പിക്കുന്നില്ല, ചിലത് കൂടുതൽ പറയിപ്പിക്കേണ്ട, ചിലതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിർത്തണ്ട്. ഇതൊക്കെ ബിഹാരിജിയുടെ നിശ്ചയപ്രകാരം പറയുന്നത്. അടുത്തത് ബാങ്കി ബിഹാരിയുടെ ചരിത്രം. സ്വാമി ഹരിദാസ്ജിയുടെ രാധാരമണനെയും രാധാവല്ലഭനെയും പറഞ്ഞു. ഇനി പറയാനുള്ളത് എൻ്റെ ഭഗവാനെക്കുറിച്ചാണ്. എൻ്റെ ഭഗവാനെക്കുറിച്ച് പറയാൻ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഞാനത് പാർട്ടായിട്ടാണ് കേട്ടോ പറയാം. എല്ലാവരുടെയും സ്നേഹത്തിന് ഞാൻ നന്ദി പറയാണ്. കുഞ്ച് ബിഹാരി ശ്രീ ഹരിദാസ്.